ഖത്തറിലെ എല്ലാവരുടെയും ഒരു റെസ്റ്റിൻ്റെ ടൈം ഇവിടെ നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ശേഷം എന്ത് ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. മനോഹരമായിട്ടുള്ള ഇതാണ്, വ്യൂസാണ്. ഇതിപ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കും. അതെ, ഇതാണ് ഖത്തറിലെ കോർണിഷ്. കോർണിഷ് എന്ന് പറയുമ്പോൾ അങ്ങനെ പരന്ന് കിടക്കുക, അത് ബോട്ടുകളൊക്കെ അങ്ങനെ പോകുന്ന നല്ല ലൈറ്റ്നിങ് ഒക്കെ ആയിട്ട്. അവിടെ ആ ലാസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഹോട്ടലാണത്. പണ്ടത്തെ ഹോട്ടലാണ്, ഏറ്റവും പുരാതനമായിട്ടുള്ള ഷെറാട്ടൺ ഹോട്ടലാണിത്. അത് വളരെ അതിൻ്റെ ആ ഏറ്റവും ഫസ്റ്റ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ബിൽഡിങ്ങാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാലോ. പിന്നെ ഇതാണ് ഏറ്റവും വലിയ കാഴ്ച ഇവിടെ എന്ന് പറയുമ്പോൾ, ദീപാലംകൃതമായിട്ടുള്ള ബോട്ടുകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് വ്യൂസ്, അതൊക്കെ ഏറ്റവും വലിയൊരു ഇതാണ്. ആളുകൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ഒരു നടപ്പാതയുണ്ട്. ഇത് എത്ര വേണേലും നടക്കാം, കിലോമീറ്ററുകളോളം നടക്കാനുള്ളൊരു വഴിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നേരം നമുക്ക് നടന്ന് പോവാം. നടന്ന് ഇങ്ങനെ പോവാം. നമുക്ക് നടന്നാൽ മതിയാവാത്തത്ര ദൂരമുണ്ട്. എല്ലായിടത്തോടെയും ഇങ്ങനെ പോകാൻ പറ്റും. ഇത് വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ കാണുന്നത്. അത് എന്തൊരു നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. വളരെയധികം ദൂരത്തോളം പരന്ന് കിടക്കുകയാണ് കോർണിഷ്. അങ്ങനെ പരന്ന് കിടക്കും. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. ഇത് എത്ര കണ്ടാലും മതിയാവില്ല, അങ്ങനെയുള്ള ഏരിയ ആണ്. അപ്പോൾ ഖത്തറിൻ്റെ ഒരു പ്രധാന ആകർഷണ ഭാഗം തന്നെയാണ് കോർണിഷ് എന്ന് പറയുന്നത്. അതുപോലെ സിറ്റി സെൻറ്റർ എല്ലാം ഇവിടെ തന്നെ, എല്ലാ വലിയ വലിയ ബിൽഡിങ്ങുകളും ഇവിടെ തന്നെ കിടക്കുന്നു ഇല്ലേ.
സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കുള്ളൊരു കാഴ്ചയാണിത്. വളരെ മനോഹരമായിട്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാവിടെയും. ബിൽഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ റോഡുകളായിക്കോട്ടെ എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ സെറ്റപ്പിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. വളരെ വൃത്തിയിലാണ് എല്ലാം സംരക്ഷിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യം. എവിടെയാണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് വരുമ്പോൾ നല്ല വൃത്തി വേണം. അത് നമുക്ക് അനുകരിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അത്രയും ഉയരത്തിൽ കിടക്കുന്നത്. ഇതിങ്ങനെ ഇതിൻ്റെ ഉയരം കൊണ്ട് അത്രയും ഉയരത്തിൽ എടുക്കാൻ പറ്റില്ല. ഖത്തർ ഗ്യാസിൻ്റെ ബിൽഡിംഗ് അല്ല ലാസ്റ്റ് കാണുന്നത്. എത്രയും എടുക്കാൻ പറ്റില്ല, എരിഞ്ഞിട്ട് എടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് ഇല്ല. ക്യാമറ അല്ലല്ലോ, മൊബൈലല്ല. ആ ലെങ്ത്തിലേ എടുക്കാൻ പറ്റും. ആ ലെങ്ത്തിൽ എടുക്കാൻ പറ്റും. ഇത് എടുക്കുക എന്ന് പറയുമ്പോൾ അതെ ഇതിൻ്റെ ഒരു നമ്മുടെ കാല് വഴുകി പോയിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് വീഴും. കടൽപ്പാതയാണ് ഇവിടെ. ഈ ജാലി കെട്ടിയത് കടലിൻ്റെ അടുത്താണ്. അതെ, അതാണ് ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു കടൽ എന്ന് പറയുമ്പോൾ അവരെ സെറ്റപ്പാണ്. അത് കോർണിഷ് ആണെങ്കിൽ അത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളെ നാട്ടിൽ ഇതൊക്കെ നടക്കുന്നതാണ്. നല്ല ഏരിയകളൊക്കെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പേടിയാണ്, കാരണം അത് കാലങ്ങാൻ വൈകിട്ടുണ്ടെങ്കിൽ കടലിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ജാലി ഇട്ടിട്ടുണ്ട് ഇവർ, എന്നാലും അബദ്ധത്തിന് നമുക്ക് സംഭവിക്കാമല്ലോ പലതും. എല്ലാം മനോഹരമായിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ്